നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ശബരിമല യുവതീ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാർ നിലപാടെന്താണ്? ലിംഗവിവേചനം പാടില്ലെന്നും ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണം എന്നുമുള്ള സത്യവാങ്മൂലം തിരുത്താൻ സർക്കാർ തയ്യാറാകുമോ? തിരുത്തുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന NSS ജനറൽ സെക്രട്ടറി തുറന്നു പറഞ്ഞത്. വനിതാ മതിൽ തീർക്കുകയും കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം ചർച്ചയാക്കുകയും ചെയ്ത ഇടതുമുന്നണി മുൻ നിലപാടിൽ നിന്ന് പിന്നാക്കം പോകുമോ? നാലോട്ടിനു വേണ്ടി പുരോഗമനാത്മക നിലപാട് മാറ്റുമോ? സ്ത്രീ പ്രവേശനത്തിൽ നിലപാട് മാറ്റുമെന്നോ മാറ്റില്ലെന്നോ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന തരത്തിൽ അവിടെയും ഇവിടെയും തൊടാതെയായിരുന്നു പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഇന്നത്തെ മറുപടി. എന്തായാലും 2020 ഫെബ്രുവരിക്ക് ശേഷം ആദ്യമായി കേസ് സുപ്രീം കോടതി നാളെ പരിഗണിക്കുകയാണ്. കേസ് മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് സർക്കാരിന് നിലപാടും വ്യക്തമാക്കേണ്ടി വരും. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാവുമോ ശേഷമാവോ എന്നതാണ് ഇതിലെ രാഷ്ട്രീയ പ്രാധാന്യം. ശബരിമലയിൽ ലിംഗവിവേചനം പാടില്ലെന്ന സത്യവാങ്മൂലം ആദ്യം നൽകിയത് 2007 VS സർക്കാരാണ്. 2016 കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പിലെ മാസം ഉമ്മൻചാണ്ടി സർക്കാർ സത്യവാങ്മൂലം തിരുത്താൻ അപേക്ഷ നൽകി. 2016 തന്നെ പിണറായി സർക്കാർ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന VS സർക്കാരിൻ്റെ നിലപാടാണ് സംസ്ഥാനത്തിൻ്റെതെന്ന് അറിയിച്ചു. അതാണിപ്പോൾ കോടതിയിലുള്ളത്. അത് തിരുത്തുമോ, നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനായി എത്തുന്നത് ശ്രീ ഫാദർ സാമുവലാണ്, കോഴിക്കോട് നിന്നും. ഫാദർ സാമുവൽ, 2020 ഫെബ്രുവരിക്ക് ശേഷം വീണ്ടും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് നാളെ ശബരിമല വിഷയം, സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ, മതസ്വാതന്ത്ര്യവും സ്ത്രീകളുടെ അവകാശം, ഇതെല്ലാം ചേർത്ത ഹർജികൾ പരിഗണിക്കാൻ വേണ്ടി ഒരു ബെഞ്ച് രൂപീകരിക്കാൻ പോവുകയാണ്. ഈ ബെഞ്ച് രൂപീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ബെഞ്ചിലേക്കാണ് ഈ കേസ് വരുന്നത്. കേസ് വരുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും കേരള സർക്കാരിൻ്റെ ഇപ്പോൾ നിലനിൽക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത് സ്ത്രീ പ്രവേശനം അനുവദിക്കണം എന്നുള്ള നിലപാടാണ്. ആ നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നോ അതോ നിലപാട് മാറ്റുന്നോ എന്നൊക്കെ സ്വാഭാവികമായും സർക്കാരിന് അവിടെ പറയേണ്ടി വരും. താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, ശ്രീ ചന്ദ്രൻ നായർ? ഹലോ സാർ. ചന്ദ്രൻ നായർ പറഞ്ഞോളൂ. ഫാദർ സാമുവലിന്റെ ഫോണിന്റെ ചില തടസ്സം. ശബരിമലയിൽ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ കോടതി ശ്രമിക്കൂല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് സാർ ഒരുപാട് അയ്യപ്പ ഭക്തന്മാർ കാത്തിരിക്കുന്നത്. ഏതായാലും അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ, അതായത് മുമ്പ് കണ്ടത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സാർ അവിടെ കണ്ടത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ഏതായാലും ഗവൺമെന്റും അതിനോട് അനുകൂലമായിട്ട് ശബരിമലയിൽ ഒരു നല്ല അന്തരീക്ഷത്തിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഗവൺമെന്റും ശ്രമിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു സാർ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നും. ശ്രീ സന്തോഷ്, ഒരു കാലത്ത് ഉറച്ച നവോത്ഥാന നിലപാട് സ്വീകരിക്കുകയും അത് ആർജവത്തോടെ പറയുകയും ഒക്കെ ചെയ്ത പാർട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെയാണ് കേരളം ഭരിക്കുന്നത്. പക്ഷേ പിന്നീട് കഴിഞ്ഞ കുറേ കാലമായി നിലപാട് എന്താണെന്ന് ചോദിക്കുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവാത്ത ഉത്തരങ്ങളാണ്. വിശ്വാസികൾക്കൊപ്പമാണ്, ജനാധിപത്യം സംരക്ഷിക്കും, നിലപാട് മാറ്റമോ കാലത്തിനനുസരിച്ച് മാറില്ലേ എന്നൊക്കെ അവിടെയും ഇവിടെയും വ്യാഖ്യാനിക്കാവുന്ന ഉത്തരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോടതിയിൽ എന്തായാലും ഒരു ഉത്തരം പറയേണ്ടി വരും. എന്താവും ആ നിലപാട്? നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഈ സ്ത്രീ പ്രവേശനം എന്നുള്ളത് ആവശ്യമില്ലായിരുന്നു. കാരണം പണ്ടത്തെ നിയമമായിരുന്നു നല്ലത് എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പിന്നെ ഈ കോടതി വിധി വരുന്നത് പോലെ ഇരിക്കട്ടെ. പിന്നെ 4 കുട്ടികൾക്ക് പുതുജീവൻ നൽകിയ ആ മാലാഖയ്ക്ക് എൻ്റെ അശ്രു പൂജ നൽകുകയാണ്. ശരി, അങ്ങനെ ഒരു ചടങ്ങ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പൊതുവേദി ഈ സമയം ഇത്ര നീട്ടി നമ്മളെടുത്തത്. അത്തരം ഒരു ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തട്ടെ എന്ന് കരുതി തന്നെയാണ്. ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് വലിയ സല്യൂട്ട് നമ്മൾ നൽകുകയാണ്. അങ്ങനെ അവർ അതിന് തയ്യാറായി എന്ന ആ ഒരു മനസ്സ്, അത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് കേരളം ഔദ്യോഗിക ബഹുമതികൾ നൽകിയ ആ കുഞ്ഞിനെ സംസ്കരിച്ചത്. എന്നാൽ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരാം. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, ഒരു കാലത്ത് വലിയ വിവാദമായതാണ് ഈ ശബരിമല യുവതീ പ്രവേശനം. അക്കാലത്ത് CPM എടുത്ത നിലപാടും ഇടതുമുന്നണിയുടെ നിലപാടും കോൺഗ്രസിൻ്റെയും RSSൻ്റെയും BJPയുടെ നിലപാടും ഒക്കെ കേരളം കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും അത് ഒരു ചർച്ചയാവുന്നു. ഈ ഘട്ടത്തിൽ എന്ത് നിലപാടായിരിക്കും സർക്കാർ സ്വീകരിക്കുക? CPM നിലപാട് മാറ്റി അടുത്ത വർഷം പിന്നെ ഗവൺമെന്റ് വ്യക്തമായി പറയുമോ? നിലപാട് മാറ്റും ഗവൺമെന്റ്. മാറ്റുമെന്ന് ആദ്യത്തെ നിലപാടായിരിക്കില്ല, ഭക്തന്മാരോട് തന്നെ നിൽക്കും ഗവൺമെന്റ്. കാര്യം എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ സുപ്രീം കോടതിയിൽ നിന്നായാലും മറിച്ചൊരു വിധി ഉണ്ടാവും തോന്നുന്നില്ല. കാര്യം ഇപ്പൊ ഒരു
3 അംഗ ബെഞ്ച് ഒരു 9 അംഗ ബെഞ്ച് രൂപം കൊടുത്തിട്ടുണ്ട്. അവരാണ് തീരുമാനിക്കുന്നത്. എന്തായാലും ഭക്തജനങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു വിധി വരാമെന്ന് തോന്നുന്നില്ല. ഒരു കാരണവശാലും ഈ ഭക്തജനങ്ങൾ സമ്മതിക്കില്ല കിരൺ ബാബു. കാര്യം ഇത് ഒരു പ്രത്യേക ഒരു വികാരം. നമ്മള് ഹിന്ദുക്കളെ കൂടെ തന്നെ എല്ലാ സ്ത്രീകളും 99% സ്ത്രീകളും കെ ശൈലജ ഉൾപ്പെടെ ഇതിനെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഈ സ്ത്രീ പ്രവേശനത്തിനാണ്. അങ്ങനെ ഒന്നും പറയരുത്. കെ ശൈലജ ഒന്നും സ്ത്രീ പ്രവേശനത്തെ അംഗീകരിക്കാത്ത നേതാവല്ല. കെ ശൈലജയൊക്കെ കേരളത്തിൽ വനിതാ മതിൽ തീർക്കുന്നതിന് മുന്നിൽ നിന്ന നേതാവാണ്. സ്ത്രീ പ്രവേശനത്തിനെ എതിർക്കുന്ന നിലപാടുകളൊന്നും അവർ എന്തായാലും അക്കാലത്തൊന്നും എവിടെയും പരസ്യമായി അവരെടുത്തിട്ടില്ല. അല്ല ഇപ്പോൾ തന്ത്രപരമായ ചില കാര്യങ്ങളിൽ മിണ്ടാതിരിക്കുന്നതിനപ്പുറത്തേക്ക് അവര് സ്ത്രീ പ്രവേശനം അനുകൂലിക്കുന്ന നേതാവാണ് കെ ശൈലജ എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കെ ശൈലജ ആ കാലത്തൊക്കെ നിലപാടുകൾ എടുക്കേണ്ട ഘട്ടത്തിലൊക്കെ ഉറച്ച നിലപാട് സ്വീകരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത നേതാവാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ, പണ്ടൊരു കുട്ടി പറഞ്ഞായിരുന്നു, ഞാൻ സത്യം പറഞ്ഞാൽ അച്ഛൻ അങ്ങനെ കൊല്ലും, ഇനി ഞാൻ സത്യം പറഞ്ഞിട്ടില്ലെങ്കിലോ അച്ഛൻ പട്ടിയിൽ നടത്തിയിരുന്നു. ആ അവസ്ഥ അത് ശരിയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് കാര്യത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആർജവത്തോടുകൂടി നിൽക്കുന്നോ അതോ വോട്ടിന് വേണ്ടി നിലപാട് മാറ്റേണ്ടി വരുമോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. വോട്ടൊക്കെയാണ്, അത് ശരിയാണ്. ശ്രീ ഗിരിജാകുമാരിയാണ് നേമത്ത് നിന്നാണ്. ശ്രീമതി ഗിരിജാകുമാരി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും തർക്കങ്ങളും അതൊടുവിൽ വലിയ ബഹളത്തിലേക്കും കലാപത്തിലേക്കും ഒക്കെ നീങ്ങിയതാണ്. ഇപ്പോൾ ആ കേസ് വീണ്ടും സുപ്രീം കോടതിയിൽ നാളെ വരികയാണ്. എനിക്കൊരു അഭിപ്രായമുണ്ട്. ഏത് സർക്കാർ ഭരിച്ചാലും, BJP ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നാലും ഏത് സർക്കാർ ഭരിച്ചിരുന്നാലും ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിക്കേണ്ട എന്നുള്ള തീരുമാനമാണ് എനിക്കുള്ളത്. അല്ല, അതിപ്പോ നമുക്ക് പറയാൻ കഴിയില്ല ശ്രീമതി ഗിരിജ. അത് സുപ്രീം കോടതി പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചാൽ പ്രവേശിപ്പിക്കേണ്ടി വരും, പ്രവേശിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് സുപ്രീം കോടതി തീരുമാനം. അത് സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നല്ലേ നമുക്കിപ്പോ ചർച്ച ചെയ്യാൻ പറ്റില്ല. അല്ലാതെ സുപ്രീം കോടതി എന്ത് തീരുമാനം എടുക്കും നമുക്ക് പറയാൻ കഴിയില്ല. സാർ അയ്യപ്പനെ വെറുതെ വിടണം സാർ. കോടതി തീരുമാനം എടുത്ത് എല്ലാ പാർട്ടി അംഗങ്ങളും കൂടെ എടുത്ത് അയ്യപ്പ സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്നോട്ട്. ഇനി അവിടെ ഒരു അലങ്കോലം ഉണ്ടാക്കാൻ സ്ത്രീകളെ കയറ്റുന്നത് എനിക്ക് സമ്മതമല്ല. ശരി, ഓക്കെ. നമുക്ക് വിശ്വാസി എന്ന നിലയ്ക്ക് ഓരോരുത്തർക്കും ഏത് നിലപാട് വേണമെങ്കിലും സ്വീകരിക്കാം. കയറ്റാമെന്നോ കയറ്റില്ല എന്നോ ഒക്കെ സ്വീകരിക്കാം. പക്ഷേ ആത്യന്തികമായി ഈ രാജ്യത്ത് തീരുമാനമെടുക്കേണ്ടത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി കയറ്റാൻ തീരുമാനിച്ചാൽ അത് കയറ്റുക, കയറ്റണ്ടെന്ന് തീരുമാനിച്ചാൽ കയറ്റണ്ട. അതിനപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. സാജനാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ സാജൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനമാണ് കേരളത്തിലെ ഈ ക്ഷേത്രത്തിൽ സ്ത്രീകളെ കയറ്റുന്നില്ല എന്നുള്ളൊരു പരാതിയെ തുടർന്ന് അത് ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനത്തിലേക്ക് എത്തുകയും അതിനകത്ത് ഗവൺമെന്റിന്റെ നിലപാട് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗവൺമെന്റിന് പുരുഷന്മാർക്ക് കിട്ടുന്ന എല്ലാ ആ സ്ഥലങ്ങളിലും സ്ത്രീകൾക്കും കയറാം എന്നുള്ളൊരു നിലപാടെ സ്വീകരിക്കാൻ അന്ന് കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ കേരളത്തിൽ അത് വലിയ സാമൂഹിക വിഷയമായിട്ട് മാറുകയും അത് ഗവൺമെന്റിനെ അസ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് വളരുകയും ചെയ്തു. ഇന്നത്തെ സാഹചര്യത്തിൽ ഗവൺമെന്റിന് അങ്ങനെ ഒരു നിലപാട് എടുക്കാൻ കഴിയില്ല, എടുക്കാൻ കഴിയരുത് എന്ന് തന്നെയാണ് എന്റെ ഒരു നിലപാട്. ഇത്തരം വിഷയങ്ങളിൽ പെട്ട് ജനകീയമായിട്ടുള്ള ഈ ഗവൺമെന്റ് അസ്ഥിരീകരിക്കാൻ പാടില്ല. ജനജീവിതത്തിന്റെ നാനാവിധത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റ്. അതല്ല വിഷയം ഞാൻ ചോദിച്ചത്. താങ്കൾ എന്താണ് കരുതുന്നത്? സർക്കാർ സ്ത്രീകളെ പ്രവേശിപ്പിക്കാം എന്നുള്ള നിലപാട് ഉറച്ചു നിൽക്കുമോ അതോ ആ നിലപാട് മാറ്റുമോ? ഉറച്ചു നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ ഒരു നിലപാട്. കാരണം ഇതുവരെയും ഇടതുപക്ഷവും സർക്കാരും എല്ലാം പറഞ്ഞ നവോത്ഥാന നിലപാടുകളും പുരോഗമനാത്മക നിലപാടും സ്ത്രീ സമത്വവും ഒക്കെ മാറ്റിവെക്കേണ്ടി വരില്ലേ അപ്പോൾ? ഇല്ല, അത്തരം വിഷയങ്ങൾ ഗവൺമെന്റിന്റെ നിലപാടല്ല. ഇത് ഗവൺമെന്റ് സ്ത്രീകൾ അവിടെ കയറ്റണം എന്നുള്ളത് കോടതി സുപ്രീം കോടതി പറഞ്ഞാലും ഗവൺമെന്റിന് ഉറച്ച നിലപാടുണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന് ഉറച്ച നിലപാടുണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന്റെ നിലപാട് ഉറച്ച നിലപാടായിരുന്നു. അവിടെ സ്ത്രീകൾക്ക് തുല്യമായ അവകാശമുണ്ട്, സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിക്കണം എന്നത് തന്നെയായിരുന്നു പാർട്ടിയുടെ CPM-ന്റെ നിലപാട്, സർക്കാരിന്റെ നിലപാട്. അത് മുഖ്യമന്ത്രി അടക്കം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതുമാണ്. അല്ലാതെ ഇപ്പോഴത്തെ പറയുന്നത് പോലെ കോടതി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കയറ്റിയില്ല എന്നുള്ളതല്ല. അത് നിലപാടുണ്ടായിരുന്ന വിഷയം തന്നെയാണ് CPM-ന്. അത്തരമൊരു നിലപാടിൽ നിന്നുകൊണ്ട് ഇത്തരം ഗവൺമെന്റിനെ അസ്ഥിരീകരിക്കാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യം അസ്ഥിരീകരിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഗവൺമെന്റിനെ അസ്ഥിരീകരിക്കാൻ അല്ലല്ലോ. ഇനിയിപ്പോ ഇലക്ഷനിലേക്ക് പോവുകയാണല്ലോ. തെരഞ്ഞെടുപ്പ് വോട്ടിന് വേണ്ടി വേണമെങ്കിൽ നിലപാട് മാറ്റുകയും മാറ്റാതിരിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് പറയാം.
ഈ അഭിപ്രായം നിലവിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുത്ത് ഒരു വലിയ ഇഷ്യൂ ആക്കേണ്ടതില്ല. നിലവിലെ സംവിധാനം തുടരട്ടെ എന്നതാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ. എന്തായാലും അതൊക്കെ കോടതി തീരുമാനിക്കട്ടെ. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത്. ശ്രീനിവാസൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിൽ അടുത്ത എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 4 നൂറ്റാണ്ട് കാലത്തിനിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ ചർച്ചയായിരുന്നു ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഒരു ചർച്ച. അതുവരെ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചിരുന്ന പാർട്ടികളൊക്കെ ഒറ്റ രാത്രി കൊണ്ട് ഇരുട്ടി വെളുത്തപ്പോൾ നിലപാട് മാറ്റി സ്ത്രീ പ്രവേശനത്തിനെതിരായ നിലപാട് സ്വീകരിക്കുകയും ഒരു ഭാഗത്ത് ഇടതുമുന്നണി നിൽക്കുകയും വലിയ കലാപത്തിലേക്ക് അടക്കം പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുകയും പിന്നീട് തെരഞ്ഞെടുപ്പിൽ ഒക്കെ പ്രതിഫലിച്ചതുമില്ലെന്നും ഒക്കെ പറയുന്നു. എന്തായാലും വീണ്ടും അത് ചർച്ചയാവുകയാണ്. താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? പിണറായി വിജയൻ സർക്കാർ പിൻവാതിൽ കൂടെ കയറ്റിയതല്ല ഈ സ്ത്രീകള്. ഇതൊക്കെ പരസ്യമായിട്ട് നമ്മൾ TV കണ്ടിരിക്കുന്നില്ല. എണ്ണങ്ങളൊക്കെ കയറി പോണതും അത് പിടിച്ചു മാറ്റുന്നതും അതൊക്കെ ഒരു നാടകമല്ലാണെന്ന് ഇപ്പോഴും സർക്കാർ ഉറച്ചു പറയുന്നില്ലല്ലോ. ഞങ്ങൾ ഇപ്പോഴും സുപ്രീം കോടതിയുടെ വിധിനെ പറ്റി ഞങ്ങൾ മാനിക്കെന്നും പറയുന്നില്ല, മാനിക്കില്ല എന്നും പറയുന്നില്ല. ഇപ്പോഴും ഇരട്ട താപ്പാണ് പിണറായി വിജയന്റെ. മനസ്സിലായിട്ടില്ല. ഈ ഇലക്ഷൻ സമയത്ത് ഈ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഇരട്ടത്താപ്പ് സ്വീകരിക്കാത്ത ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേര് പറയാമോ? UDF എങ്ങനെയാണ് ഇരട്ടത്താപ്പ് സ്വീകരിക്കാതിരിക്കുന്നത്? UDF തുടക്കത്തിൽ അതിനെ സ്വാഗതം ചെയ്തു, സ്ത്രീ സ്വാതന്ത്ര്യമായി സ്വാഗതം ചെയ്തു. പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് UDF ബോധോദയം ഉണ്ടായി. UDF ഇത് ഒരു പൊതുവികാരം എതിരാവുന്നു കണ്ടപ്പോൾ UDF അതിനെ എതിർത്ത് രംഗത്ത് വന്നു. UDF പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ആചാരങ്ങളെ മറികടന്ന് ചെയ്യേണ്ടതാണ് UDF. ശ്രീനിവാസൻ, ഞാൻ ചോദിച്ചത് ഇരട്ടത്താപ്പ് UDF എന്നാണ്. UDF എന്തായാലും ഇരട്ടത്താപ്പ് നയം ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ സ്ത്രീ പ്രവേശനം അനുകൂലിക്കുകയും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്ത്രീ പ്രവേശനത്തിനെതിരായ നിലപാട് സ്വീകരിക്കുകയാണ് UDF പരസ്യമായി ചെയ്തത്. ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. ഇരട്ടത്താപ്പിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാവരും ഇരട്ടത്താപ്പുണ്ട്. പക്ഷെ മുള്ളിലും അത് ഞങ്ങൾ തിരുത്തിയില്ലോ. അത് ആദ്യം പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരുത്തി. അങ്ങനെയാണെങ്കിൽ LDF ഇതുവരെ തിരുത്തിയിട്ടില്ല. അവരുടെ നിലപാട് അവരുടെ പഴയ നിലപാട് തിരുത്തുമെന്ന് അവരെവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ പഴയ നിലപാടിനെ കുറിച്ച് അവർ ആർജവത്തോട് ഉറപ്പിച്ച് പറയുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്. അല്ല, അവർ ഇന്നലെയും കൂടി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയിലെ വിധിയെ പറ്റി മാനിക്കണം ചോദിച്ചപ്പോ അവരെന്താ പറഞ്ഞു? ഞങ്ങൾക്ക് ഇപ്പൊ സുപ്രീം കോടതി വിധിയാണ് സ്ത്രീകളെ കയറ്റിടണം എന്നുള്ളത് സുപ്രീം കോടതി വിധിയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിനെ സംബന്ധിച്ച ചില കേസുകൾ ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ്. സ്ത്രീകളെ കയറ്റണം നിലപാട് സ്വീകരിക്കുമോ, കയറ്റേണ്ട നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളതാണ്. അത് എന്റെ അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പഴയ പോലെ ആ ആചാരം പോലെ തന്നെ പോണം എന്ന് ആ ശബരിമലയിൽ അത് വ്യക്തമായിട്ടുള്ള അതിനൊരു പുണ്യസ്ഥലമാണ്. പഴയ ആചാരം പോലെ കൊണ്ടുപോകണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ആചാരങ്ങൾ ഒരുപാട് മാറുകയും മാറാത്തതും ഒക്കെ ഉണ്ട്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന് ഇപ്പോൾ ഈ മാർച്ചിന് മുമ്പ് കേസ് വന്നാൽ സ്വാഭാവികമായിട്ട് സർക്കാരിന് അവിടെ അഭിപ്രായം പറയേണ്ടി വരും. മാർച്ചിന് ശേഷമാണെങ്കിൽ സർക്കാരിന് ഈ മട്ടിൽ വേണമെങ്കിൽ മുന്നോട്ട് പോകാം. എന്ത് തോന്നുന്നു താങ്കൾക്ക്? ഈ കേസും അവരെ ഇലക്ഷൻ വരെ കൊണ്ടുപോയി. ഇലക്ഷൻ കഴിഞ്ഞ് അവരുടെ സ്വഭാവം മാറും. ജയിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി കൊണ്ടുപോകാൻ ടെലിഫോൺ ചില തടസ്സമുണ്ടെന്ന് ബിനു ഗോപിനാഥാണ്, ഒറീസയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബിനു ഗോപിനാഥ്, ഒഡീഷയിൽ എവിടെയാണ്? നമസ്കാരം. ന്യൂസ് ഒറീസയിൽ ജാർസുഗുഡ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ കേരളത്തിൽ തന്നെയാണ്. ഇപ്പോൾ വിളിക്കുന്ന കേരളത്തിലാണ്? ഇവിടെ അല്ല, ഇപ്പൊ വിളിക്കുന്ന ഒറീസയിൽ നിന്നാണ്. ജോലി സംബന്ധമായിട്ട് പുറത്താണ് ഇപ്പോൾ. ശരി, ഓക്കെ. താങ്കൾ പറഞ്ഞോളൂ. ഇത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് തുല്യനീതി എന്നുള്ള വിഷയം ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറ്റൊന്ന് എന്താന്ന് വെച്ചാൽ ഈ വൈകാരികമായ വിഷയങ്ങളെ മുതലെടുക്കാൻ നിൽക്കുന്ന വലിയൊരു കൂട്ടം രാഷ്ട്രീയ അഭ്യാസം കളിക്കുന്നവരുണ്ട്. ഇത്തരം പല കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയം സുപ്രീം കോടതി ഒരു തവണ തീർപ്പാക്കിയ വിഷയം, 5 അംഗ ബെഞ്ച് തീർപ്പാക്കിയ വിഷയം വീണ്ടും വലിയൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്കായിട്ട് വരികയാണ്. വിവിധ വശങ്ങളിൽ നിന്നുള്ള വിലയിരുത്തലുകളും വാദങ്ങളും ഒക്കെ അവിടെ നടക്കും. ദയവായിട്ട് ഈ വിഷയം നമ്മുടെ ഭരണഘടനയെ മാനിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ തീരുമാനം വരുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളൊരു മാന്യതയാണ് ഏതൊരു പൗരനും കാണിക്കേണ്ടതെന്നാണ് എന്റെ വിലയേറിയ അഭിപ്രായം. അല്ല, സുപ്രീം കോടതിയുടെ വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് സ്ത്രീകൾക്ക് പ്രവേശനം ആവാം എന്നുള്ളത് തന്നെയാണ് വിധി. ഇപ്പോൾ അതിന്റെ കൂടുതൽ വിശാലമായ അർത്ഥത്തിലേക്കുള്ള വിഷയങ്ങൾ കോടതി പരിഗണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ വിധി ഒന്നും റദ്ദാക്കി കളഞ്ഞിട്ടൊന്നുമില്ല. അതെ, ആ വിധി താൽക്കാലികമായിട്ട് സ്റ്റേയിൽ നിൽക്കുകയാണെങ്കിലും വിശാലമായ ബെഞ്ച് ഒരിക്കൽ കൂടി പരിഗണിക്കണം എന്ന് സുപ്രീം കോടതിക്ക് തോന്നിയ സ്ഥിതിക്ക് വിശദമായിട്ട് പരിഗണിക്കട്ടെ. അത്തരത്തിലൊരു വിശദമായ വിധി പ്രസ്താവിക്കാൻ നമ്മുടെ സുപ്രീം കോടതിക്ക് കരുത്തുണ്ട് എന്നുള്ളതാണല്ലോ നമ്മൾ പൗരന്മാരൊക്കെ വിശ്വസിക്കുന്നത്. രാജ്യത്തെ ഭരണഘടന ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പറയുന്ന വിഷയം എന്താ? തുല്യനീതി പൗരന്മാർക്ക് എന്നുള്ളതാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെതായ ചില വിഷയങ്ങളിലേക്ക് മാനം കൂടി ഇതിലേക്ക് കടന്നു വരുമ്പോൾ
തീർച്ചയായിട്ടും വൈകാരികമായ മുതലെടുപ്പിന് നിൽക്കുന്ന വിവിധ തലങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട്. അപ്പൊ വൈകാരികമായ മുതലെടുക്കലിന് അവസരം കൊടുക്കാതെ സുപ്രീം കോടതിയുടെ കൃത്യമായ നിരീക്ഷണവും തീരുമാനവും വരുന്നത് വരെ കാത്തിരിക്കുക എന്ന പൗരധർമ്മം നമ്മൾ കാണിക്കണ്ടേ? വിനു ഗോവിന്ദ പറഞ്ഞ പ്രധാനമാണ് ശബരിമലയിൽ തുല്യനീതിയും സ്ത്രീ സമത്വവും ഒക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ശബരിമല വിശ്വാസമൊക്കെ പറയുമ്പോഴും വിശ്വാസമോ സ്ത്രീ സമത്വമോ ഒന്നുമല്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് വൈകാര്യമായ മുതലെടുപ്പിന് വേണ്ടി തന്നെയാണ് പലരും ശ്രമിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ സർക്കാർ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ അതോ നിലപാട് മാറ്റാൻ സാധ്യതയുണ്ടോ? നമസ്കാരം കേൾക്കാവും. നമസ്കാരം. സർക്കാർ എന്താ പറയുക, നമ്മുടെ മനുഷ്യരല്ലേ സർക്കാർ. സുപ്രീം കോടതി വിധി, പല വിധികളും ഇന്ത്യയിൽ കിടപ്പുണ്ട്. പല വിധികളും കോവിലായാലും അമ്പലങ്ങളായാലും കേസുകളായാലും പല വിധികളും നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതൊരിക്കലും നടപ്പിലാക്കിയിട്ടില്ല. പിന്നെ ഇത് ഈ കാലകാലങ്ങളിൽ ദൈവവിശ്വാസമുണ്ട്, ഓരോരോ ദൈവ ആചാരങ്ങളുണ്ട്. ആചാരപരമായ രീതിയിൽ ആചാരങ്ങളിൽ മുമ്പോട്ട് പോവുക. അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും അതാദ്യം മനസ്സിലാക്കണം. ആരായാലും സുപ്രീം കോടതി വിധി വരട്ടെ നോക്കിയിരിക്കാം. അതാണ് വീണ്ടും അഞ്ചംഗ ബെഞ്ച് പരിശോധിച്ച്. ആചാരം എന്നൊക്കെ പറയുന്നത് അങ്ങനെ മാറാത്ത ഒന്നുമല്ല. ആചാരങ്ങളൊക്കെ മാറി വരുന്നതാണ്. അല്ലാതെ ആചാരം കാലങ്ങളായ ഒരു ആചാരം, അങ്ങനെ ഒരു ആചാരമൊന്നും നമ്മുടെ ഒരാചാരത്തിലും ഇല്ല. എല്ലാ ആചാരങ്ങളും മാറി ഇപ്പോഴത്തെ രൂപം പ്രാപിച്ചാണ്. അത് കറക്റ്റ് പോയിന്റാണ്. പക്ഷെ ഒന്നും പറയാൻ, ഇന്ന് നമ്മളെ കുഞ്ഞൊരു മാലാക ഒരമ്മ 9 മാസത്തിന്റെ കൊച്ചു മോൾ 9 മാസത്തെ കുഞ്ഞു മോൾ ഇടയ്ക്ക് ശിവദാസൻ, നമ്മൾ അത് വിശദമായി തന്നെ ആദ്യം അത് നൽകിയിരുന്നു. നമുക്ക് ആ വിഷയം സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൂടി വരുന്ന കാര്യമാണ്. അതിന്റെ കാര്യമാണ് അത് മനസ്സിലാക്കി മുമ്പോട്ട് പോട്ടെ. ഇവിടെ ദൈവം എന്നുള്ള ശക്തി എല്ലാവർക്കും ഉണ്ട് സാറേ. അടുത്തത് ശ്രീമതി ജയ ആണ്, കൊല്ലത്ത് നിന്ന്. ശ്രീമതി ജയ, സർക്കാർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം നിലവിൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തെ അനുവദിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ സത്യവാങ്മൂലത്തിൽ ഇനി കേസ് വീണ്ടും വരുമ്പോൾ 2020 ഫെബ്രുവരിക്ക് ശേഷം വീണ്ടും കേസ് ഇപ്പോഴാണ് വരാൻ പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാവാൻ സാധ്യതയുണ്ടോ? സർക്കാരിന്റെ നിലപാട് മാറ്റണം കിരണേ. കാരണം നമ്മുടെ ഹിന്ദുക്കൾക്ക് ഒരു ഇതുണ്ട്, ഒരു തത്വങ്ങളെല്ലാം ഉണ്ട്. എങ്ങനെയാണ് അമ്പലങ്ങളിൽ പ്രവർത്തിക്കേണ്ടത് എന്നൊരു രീതിയുണ്ട്. ആ രീതിയിൽ പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അവർക്ക് തോന്നുമ്പോൾ അത് മാറ്റി പറയാനും പിന്നെ അത് സ്ത്രീകളെ കേറ്റണ്ടെന്ന് പറയാനും ഒന്നും ഉള്ളതല്ല ഹിന്ദുക്കള്. അത് ആദ്യം മനസ്സിലാക്കണം. ശ്രീമതി ജയ, അങ്ങനെ ഹിന്ദുക്കൾക്ക് എന്ന് പറഞ്ഞ അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു തത്വമോ കാര്യമോ ഒന്നും എന്തായാലും ഇതുവരെയും ഇല്ല. അങ്ങനെ അല്ലാതെ ശബരിമല സ്ത്രീകളെ കയറ്റണമെന്നോ ഉള്ള തത്വമൊന്നും ഹിന്ദുക്കൾക്ക് അങ്ങനെയൊന്നുമില്ല. കിരണേ, ഹിന്ദുക്കളുടെ ആചാരം ഹിന്ദുക്കളാണ് പാലിച്ചു കൊണ്ടുപോകുന്നത്. അത് ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ അല്ലല്ലോ ആചരിക്കുന്നത്. ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ആചാരങ്ങളെല്ലാം കാലാകാലങ്ങളായി മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. എത്രയോ കാലമായി എത്രയോ ദുരാചാരങ്ങളുടെ നെടുങ്കോട്ടയായിരുന്നു ഈ കേരളം. അവിടെ നിന്നൊക്കെ അല്ലേ മനുഷ്യനെ കണ്ടാൽ പരസ്പരം സ്പർശിക്കാമെന്നും പരസ്പരം സംസാരിക്കാമെന്നും ഒപ്പം തിരുന്ന് ഊണ് കഴിക്കാമെന്നൊക്കെ ഉള്ള അവസ്ഥയിലേക്ക് വന്നത്. അതെല്ലാം ആചാരങ്ങളായിരുന്നു. ആചാരങ്ങളെല്ലാം മാറണം. ആചാരങ്ങൾ തെറ്റായ ഒരുപാട് ആചാരങ്ങൾ മാറി തന്നെയാണ്. അതുകൊണ്ട് ആചാരം എന്തെങ്കിലും പവിത്രമാണ് എന്നൊന്നും നമുക്ക് കരുതാനാവില്ല. അതിനകത്ത് ഹിന്ദു ക്രിസ്ത്യാനി ഒന്നും ക്രിസ്ത്യാനിക്ക് തീരുമാനിക്കാൻ ഹിന്ദുവിന് തീരുമാനിക്കാൻ കയറ്റേണ്ടതുമില്ല. ദുരാചാരമാകിരണേ. അതുപോലെ അല്ല ശബരിമലയില് സ്ത്രീ പ്രവേശനം എന്ന് പറയുന്ന അതല്ല. അത് നമുക്ക് ഹിന്ദുക്കൾക്ക് അതൊരു പവിത്രതയാണ്, പവിത്രമായ ഒരു ശബരിമല അങ്ങനെ ഹിന്ദുക്കളുടെ മാത്രമായ ഒരു ക്ഷേത്രവും ഒന്നും അല്ല ശ്രീമതി ജയ. അവിടെ ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ ഒക്കെ കയറാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹിന്ദു എന്ന് പറയേണ്ട കാര്യം ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയില്ല. എല്ലാവരും വന്നോട്ടെ, എല്ലാവരും വന്നോട്ടെ, അതൊരു ഇതൊന്നുമല്ല. അവിടെ എല്ലാവർക്കും കയറാൻ ഒക്കെ അവകാശമുള്ള ക്ഷേത്രം തന്നെയാണത്. അയ്യോ കിരണേ, 10 തൊട്ട് 50 വരെ ഉള്ള സ്ത്രീകൾ കയറരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അല്ലാതെ സ്ത്രീകൾ അതിന് മുന്നേ ഒരു സ്ത്രീകളും കയറരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് ഹിന്ദുക്കളുടെ ഒരു ആചാരമാണ്. അത് നിലനിർത്തി പോകണം. അതാണ് എന്റെ അഭിപ്രായം. നമ്മുടെ അഭിപ്രായം പറയാനല്ലേ പൊതുവേദിയിൽ വിളിക്കുന്നത്. അല്ല, ഞാൻ അതിന്റെ രാഷ്ട്രീയമാണ് ചോദിച്ചത്. കേരളത്തിലെ താങ്കൾ കോൺഗ്രസ് രാഷ്ട്രീയമൊക്കെ ശക്തമായി പറയുന്ന ഒരാളായതുകൊണ്ട് അതിന്റെ രാഷ്ട്രീയ തലത്തിൽ നിന്ന് പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇതിന് വിശ്വാസം, ഞാൻ അത്രയ്ക്കും വിശ്വസിക്കുന്നതാണ് അയ്യപ്പനെ. അതുകൊണ്ട് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ശരി, ഓക്കെ. നമ്മൾ സ്വാഭാവികമായിട്ടും വിശ്വാസത്തിനപ്പുറത്തേക്ക് ഇതിൽ സർക്കാരുകൾ വിവിധ പാർട്ടികളെടുത്ത നിലപാടുകളും ഇപ്പോൾ അതിൽ എന്തെന്ത് മാറ്റം വരുമോ എന്നുള്ള രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയകുമാർ, ആദ്യം BS സർക്കാർ കൊടുത്ത ഒരു സത്യവാങ്മൂലം, അവിടെ സ്ത്രീ സമത്വം, ലിംഗ വിവേചനം പാടില്ല, സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാം. പിന്നീട് 2016 വന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ഫെബ്രുവരി മാസത്തിൽ ഇറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളിത് തിരുത്തണം എന്നാവശ്യപ്പെടുന്ന ഒരു ഹർജി കൊടുക്കുന്നു. പിന്നീട്
പിന്നീട് ആ ഹർജിയിൽ തീരുമാനമാകുന്ന മുമ്പ് ആ സർക്കാർ മാറി പുതിയ സർക്കാർ വരുന്നു. പിണറായി സർക്കാർ പിന്നീട് നവംബറിൽ ഹർജി ചെയ്ത് കൊടുക്കുന്നു. VS സർക്കാരിൻ്റെ കാലത്ത് നൽകിയ ഹർജിയാണ് കേരള സംസ്ഥാനത്തിൻ്റെ നിലപാട് എന്നത് അറിയിക്കുന്നു. അതാണിപ്പോൾ കോടതിയിലുള്ളത്. അത് വീണ്ടും ചർച്ചയാവുകയാണ് നാളെ കേസ് വരുന്നതോടുകൂടി. അപ്പോൾ സർക്കാർ എന്ത് നിലപാടാവും സ്വീകരിക്കുക? സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത തീരുമാനത്തിനൊപ്പം ഒരു പക്ഷേ വാക്കുകൾക്ക് വല്ലതും അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസങ്ങൾ വരുമായിരിക്കും. ആ ആശയത്തോടു കൂടിയ സർക്കാർ മുമ്പോട്ട് പോവുകയുള്ളൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. താങ്കൾ പറഞ്ഞോളൂ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം മറിച്ചൊരു തീരുമാനം എടുക്കാൻ ഇനിയും സർക്കാരിനെ കൊണ്ട് കഴിയുകയില്ല. കാരണം അങ്ങനെ ഒരു തീരുമാനം ആദ്യം എടുത്തപ്പോൾ ഉണ്ടായിട്ടുള്ള കലുഷിതമായ ഒരു അന്തരീക്ഷം സർക്കാരിന്റെ മുന്നിലുണ്ട്. ഇനി അത് ആവർത്തിക്കാൻ ഒരു ജനാധിപത്യ സർക്കാരും LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ ഏത് വിശ്വാസമായിക്കോട്ടെ ഒരു സർക്കാരും അതിന് മുതിരത്തില്ല. അപ്പോൾ അതുകൊണ്ട് അന്നെടുത്ത തീരുമാനത്തിൽ വ്യത്യാസം ഉറപ്പായിട്ടും LDF സർക്കാർ വരുത്തിയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ LDF സർക്കാരിന് കേരളത്തിൽ വനിതാ മതിൽ തീർക്കുകയും കേരളത്തിൽ നവോത്ഥാന നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയും ഒക്കെ ചെയ്ത് പരസ്യമായി തന്നെ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുകയും അതിനുവേണ്ടി മുഖ്യമന്ത്രി തന്നെ നീണ്ട പ്രസംഗങ്ങൾ തന്നെ എത്രയെങ്കിലും ഉണ്ട്. അതൊക്കെ ഉണ്ടായത് അതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് വിഴുങ്ങി നിലപാട് മാറ്റാൻ കഴിയുമോ? ഇത്ര സമയം തരണം. പറഞ്ഞു. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നത് മാത്രമായിട്ട് ബാക്കി നിൽക്കുകയാണോ കേരളത്തിലെ നവോത്ഥാനം? അതും ഒരു നവോത്ഥാനത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അങ്ങനെ എല്ലാം തീർത്ത് ഒരു വിഷയം പരിഹരിക്കാൻ കഴിയില്ല. ഒരു സ്റ്റേജില് ഒരു പെൺകുട്ടി അവാർഡ് മേടിക്കാൻ ചെന്നപ്പോ അവിടെ നിന്ന് ഇറക്കി വിട്ടത് നിങ്ങൾ കണ്ടതല്ലേ? അതെ, അങ്ങനെ ഒരുപാട് എല്ലാ മതത്തിലും പല പല അത്തരം അനാചാരങ്ങൾ നിലനിൽപ്പുണ്ട്. എന്നിട്ട് അതിന്റെ മതില് കണ്ടില്ലല്ലോ. ഇവിടെ കണ്ടില്ലല്ലോ. ശബരിമലയിൽ മതില് തീർക്കാൻ തട്ടവിട്ടവർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇതിനെതിരെ ഒരാളിനെയും കണ്ടില്ലല്ലോ. ശ്രീ അജയകുമാർ അങ്ങനെയല്ല. അങ്ങനെ തന്നെയാണ് സാർ, അങ്ങനെ തന്നെ. ശ്രീ അജയകുമാർ ഒരു മിനിറ്റ്. അങ്ങനെയല്ല, മുസ്ലിം സമുദായത്തിലായാലും ക്രൈസ്തവ സമുദായത്തിലായാലും അനാചാരങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ആളുകൾ ആ സമുദായത്തിൽ തന്നെയുണ്ട്. ആ സമുദായത്തിൽ പലരും അങ്ങനെ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകത്ത് തന്നെ ഈ ആചാരങ്ങളുടെ കാര്യത്തിൽ വലിയ വിപ്ലവങ്ങളും സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ഒരു മതമാണ് ക്രൈസ്തവ മതം. അവിടെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ മുറുകെ പിടിക്കുന്ന ആളുകളുണ്ട്. അത് ഹിന്ദു മതത്തിലും അത് അങ്ങനെ തന്നെ, ക്രൈസ്തവ മതത്തിലും അങ്ങനെ തന്നെ, മുസ്ലിം മതത്തിലും. ഇത് ആചാര സംരക്ഷകരെന്ന് പറഞ്ഞ് യാഥാസ്ഥികരുമുണ്ട്, പുരോഗമനമായി ബാധിക്കുന്ന ആളുകളുണ്ട്. അത് എല്ലാ മതത്തിലുമുണ്ട്. നോക്കൂ കരുണേ, ഇതിനെ പറ്റി നിങ്ങൾ ആധികാരികമായിട്ട് നിങ്ങളെ പോലുള്ളവർ പഠിക്കണം. നിങ്ങളെന്ന് വെച്ചാൽ പത്രക്കാർ പഠിക്കണം, ജേർണലിസ്റ്റുകൾ പഠിക്കണം. ശബരിമലയിലെ ഇന്നത്തെ ആ തിരക്ക് വെച്ചിട്ട് നിങ്ങളൊന്ന് ഒരു തിരിച്ചൊന്ന് ചിന്തിക്കാം. തിരക്കും ഇതുമായിട്ടൊന്നും അതെ ഓരോരുത്തർക്ക് എന്ത് നിലപാട്. തിരക്കും സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയമേ അല്ല. തിരക്കല്ല വിഷയം. അത് ഇനി വാദിക്കാൻ കഴിയുമെങ്കിൽ വിഷയം അവിടുത്തെ ഞങ്ങൾ തുടർന്ന് വരുന്ന രീതി അതാണ്. ആ രീതി കൊണ്ട് ഞങ്ങൾക്ക് അത് തുടരാമെന്ന് പറയുന്നതല്ലാതെ തിരക്ക് കാണിച്ചാൽ ഇപ്പോൾ കയറുന്ന ആളുകളുടെ എണ്ണം കുറച്ചാൽ മതി എന്ന് പറഞ്ഞാൽ തീരാനുള്ള വിഷയമല്ലേ ഉള്ളൂ. അല്ല, ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ ഇവിടെ നവോത്ഥാനപരമായിട്ടുള്ളത്. സർക്കാർ തീരുമാനം മാറ്റുമെന്നുള്ളതിലേക്ക് മറ്റൊരു വിഷയം കൂടെ വെച്ച് ചർച്ച ചെയ്യാം. ഇനി പൊളിറ്റിക്സ് പറയാം. കോൺഗ്രസുമായിട്ട് ഒരിക്കലും സഖ്യത്തിൽ ഏർപ്പെടുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നിച്ച് ഇന്ത്യ ഭരിക്കുമെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ സഖ്യം ഇന്ത്യയിൽ ഉണ്ടാകുമെന്നോ നമ്മൾ വിശ്വസിച്ചിരുന്നോ? എന്തായിരുന്നു ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്? EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പ്രസ്താവനകൾ തന്നെ നമ്മുടെ മുമ്പിലില്ലേ? പക്ഷേ ചില സാഹചര്യങ്ങളിൽ അവരത് മാറ്റി അവരുമായിട്ട് ഒന്നിച്ച് നിൽക്കുന്നില്ല, ഇപ്പോഴും നിൽക്കുന്നില്ല വാളയാറിനോടൊക്കെ. അപ്പൊ ചില സമയങ്ങളിൽ എടുക്കേണ്ട ചില യുക്തിപരമായ നിലപാടുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുക്കും, അത് LDF എടുക്കും, അത്രയേ ഉള്ളൂ. ആ ഒരു ആംഗിളിലാണ് ഞാനിതിനെ കാണുന്നത്. അവർക്ക് എടുത്തേ പറ്റുകയുള്ളൂ. നേരെ മറിച്ച് അവർ നേരത്തെ എടുത്ത ആ യുക്തിരഹിതമായ തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിന്റെ റിപ്പർക്കേഷൻസ് അവർക്ക് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും. ഞങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ടുള്ളതുപോലെ മാറാം എന്നുള്ളതടക്കം ഉദാഹരണ സഹിതം ശ്രീ സാബു ആണ്, കോട്ടയത്ത് നിന്നാണ്. ശ്രീ സാബു, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ശബരിമലയിൽ ഇപ്പോൾ സർക്കാർ എടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിലെ നിലപാട്? അത് സാബുവിൻ്റെ ഫോണിൽ തടസ്സമുണ്ടെന്ന് ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, ഈ സർക്കാർ മുൻപെടുത്ത നിലപാടിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടി വന്നാൽ, ഈ മാർച്ചിന് മുമ്പ് അങ്ങനെ ഒരു കോടതിയിൽ അറിയിക്കേണ്ടി വന്നാൽ മാറാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ നമസ്കാരം സാറേ. നമസ്കാരം. ഇപ്പോൾ മാറാൻ സാധ്യത ഉണ്ടാകുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പോ മഹാസംഗമത്തിന്റെ ഒരു ഇത് നടക്കുന്നുണ്ട്, സ്വർണ്ണപ്പോളിന്റെ ഒന്ന് വേറെ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാവുമ്പോ ഇനി ഈ ഒരു സ്ത്രീ പ്രവേശനം കൂടി വന്നാൽ അതൊക്കെ ഭാവി എന്ന് പറഞ്ഞാൽ അത്ര ഭാവി അല്ലാത്ത രീതിയിൽ ഒരു അനർത്ഥങ്ങളേക്കാണ് സംഭവിക്കുക.
കാരണം എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ വരണം എന്നുള്ള ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ ഇനി ഈ പെണ്ണുങ്ങളെ അവിടെ കയറ്റുക എന്നും പറഞ്ഞ പെണ്ണുങ്ങൾ ഇപ്പൊ അവിടെ കയറുന്നുണ്ട്. അത് മറ്റേ 60 വയസ്സും 50 വയസ്സും ഒക്കെ കഴിഞ്ഞതും ചെറിയ പ്രായം ആകാത്ത കുട്ടികളൊക്കെ കയറുന്നത്. കാലക്രമേണ കയറാതെ ഇരിക്കുകയൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ ആ വിഷയം അതൊന്നും ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലതെന്നുള്ള എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെയും നിലപാടുകൾ മാറ്റിയ ആളുകളാണ്. ഇടതുപക്ഷം തുടക്കം മുതൽ ഒരു നിലപാടായിരുന്നു. അവരും നിലപാട് മാറ്റാൻ സാധ്യതയുണ്ടോ? നമസ്കാരം കിരൺജി. നമസ്കാരം. ഇപ്പൊ സുപ്രീം കോടതി ഒരു വിധി നാളെ പറയുന്നതാണ് വിധിയല്ല, നാളെ ആ കേസിന്റെ സ്ത്രീ സമത്വവും മതസ്വാതന്ത്ര്യവും ഒക്കെ ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികളുണ്ട്. 10-70ഓളം ഹർജികളുണ്ട്. അതിൽ ഒരു വിശാല ബെഞ്ചിന് 9 അംഗ ബെഞ്ച് നാളെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതാണ് ഉദ്ദേശിച്ചത്. ആ സുപ്രീം കോടതിയുടെ വിധി ഇലക്ഷന്റെ മുന്നേ ആയിട്ട് സുപ്രീം കോടതി സ്ത്രീകളെ കയറ്റാം, സ്ത്രീകൾക്ക് കയറാം, അതിൽ സ്ത്രീ സമത്വം ഉറപ്പുവരുത്തണം. CPM-ന്റെ ഇപ്പോൾ ഉള്ള നിലപാടിന് സമാനമായ നിലപാട് സുപ്രീം കോടതി എടുത്താൽ CPM തീർച്ചയായിട്ടും വെട്ടിലാവും, യാതൊരു സംശയമില്ല. പിന്നെ നായർ പിടിച്ച പുലിവാല് എന്ന് പറഞ്ഞ മാതിരിയാണ്. അങ്ങനെ ഞാൻ നായർ പിടിച്ച പുലിവാല് ഇപ്പൊ ജാതി പറയല്ല, ഞാനും നായരനെ, അതുകൊണ്ട് കുഴപ്പമില്ല. നായർ പിടിച്ച പുലിവാല് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. വാല് പിടിക്കാൻ പിടിച്ചു, ഇനി വാല് വിട്ടാലും പുലി കടിക്കും, വാല് വിടാണ്ടിരിക്കാനും പറ്റില്ല, എങ്ങനെയും കഴിച്ചില്ല. അതേമാതിരിയുള്ള അവസ്ഥയിലാണ് ഇപ്പൊ CPM ഇരിക്കുന്നത്. ഓരോ അമ്പലത്തിനും അതിൻ്റെതായിട്ടുള്ള ഓരോ വിശ്വാസങ്ങളും ആചാരങ്ങളും ഇല്ലേ കിരൺജി? ഉദാഹരണത്തിന് നമ്മളിപ്പോ വേറൊന്നും പോണ്ട, ദൂരെ ഒന്നും പോണ്ട, ശിവന്റെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പ്രദക്ഷിണം വെക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പ്രദക്ഷിണം സമ്മതിക്കില്ല. അമ്പലങ്ങളിൽ അമ്പല വിശ്വാസികളും അമ്പലത്തിലെ ആ ചടങ്ങുകളും ആചാരങ്ങളും ഉള്ളിടത്തോളം കാലം ഏത് സുപ്രീം കോടതി പറഞ്ഞാലും ശിവന്റെ അമ്പലത്തില് ചുറ്റും പ്രദക്ഷിണം വെക്കാനുള്ള അധികാരം ഇല്ല. അങ്ങനെ അതും ഇതുമായിട്ടൊന്നും ഒരിക്കലും താരതമ്യപ്പെടുത്താവുന്നതല്ല. ഇത് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ മുന്നിൽ വരുന്ന വിഷയം എന്ന് പറയുന്നത് ലിംഗ സമത്വത്തിന്റെ വിഷയമാണ് ഒരു ഘട്ടത്തിൽ വരുന്നത്. മറ്റൊന്ന് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാതെ ക്ഷേത്രത്തിൽ ഇടത്തോട്ട് പോയി മുഴുവൻ പ്രദർശനം പിന്നെ ഇത് ചുറ്റമ്പലം മുഴുവൻ ചുറ്റിക്കടക്കാൻ അനുവദിക്കുമോ ഇല്ലയോ എന്നതുപോലെയുള്ള വിഷയമല്ല അത്. ഞാൻ അതിന്റെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ശിവന്റെ അമ്പലം എന്ന് പറഞ്ഞ് ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു എന്നുള്ള ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഋതുമതികളായ സ്ത്രീകൾ എന്ന് പറയുന്നുണ്ട്. എല്ലാ സ്ത്രീകളെന്ന് പറയുന്നില്ല. നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ. അവിടെ ശബരിമല അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്നാണ് ഹിന്ദുക്കളുടെ എന്നല്ല പൊതുവെ ഭക്തരുടെ വിശ്വാസം. ഭക്തരുടെ അങ്ങനെ പറയാം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നും വേണ്ട, എല്ലാവരും വരുന്ന അമ്പലമാണ് അത്. അത് കാരണം കൊണ്ട് ഭക്തരുടെ വിശ്വാസം നൈഷ്ഠിക ബ്രഹ്മചാരി ആണെന്ന് തന്നെയാണ്. അത് ഇനി ആരും സുപ്രീം കോടതിയല്ല, സുപ്രീം കോടതിയുടെ അപ്പുറത്തുള്ള ഒരു സുപ്രീം കോടതി പറഞ്ഞാൽ ഇനി കോടതി അലക്ഷ്യമായിട്ട് എന്റെ മേലിൽ കേസ് എടുത്താലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഒരു BJP അനുഭാവിയാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. RSSന്റെ അടക്കം നിലപാട് അവിടെ സ്ത്രീകളെ ഒരു ആരാധനാലയത്തിൽ കയറ്റുന്നതിനെ നിരോധിക്കുന്ന അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുന്ന നിലപാട് ശരിയല്ലെന്നും സ്ത്രീ സമത്വം വേണമെന്നും ആർത്തവം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ്, അതിന്റെ പേരിൽ ആളുകളെ അകറ്റി നിർത്തരുതെന്നൊക്കെ ആയിരുന്നു നിലപാട്. ആ നിലപാട് ആവർത്തിച്ച് പറയുകയും എഴുതുകയും ഒക്കെ ഭയ്യാജി ജോഷിയെ പോലെ RSS ജനറൽ സെക്രട്ടറി തന്നെ അത് എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവരൊക്കെ പിന്നീട് നിലപാട് മാറ്റിയതാണ്. അതുകൊണ്ട് അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു നിലപാട് തന്നെയാണ് എല്ലാ കാലത്തും, അങ്ങനെയൊന്നുമില്ല. അല്ല, ഈ പറഞ്ഞത് രാഷ്ട്രീയമല്ലേ? ഇപ്പൊ പറഞ്ഞത് രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയമായിട്ടാണല്ലോ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അല്ലാതെ ഇത് വിശ്വാസപരമായി ബന്ധപ്പെട്ടോ വൈകാര്യതയാക്കുകയാണല്ലോ. ഞാൻ അതിനെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഭക്തൻ, വിശ്വാസി ഭക്തൻ, ആ രണ്ട് വാക്ക് ഞാൻ ഉപയോഗിച്ചു. എന്നാലും ഗോകുമാറിന്റെ അഭിപ്രായം അങ്ങനെ വിശ്വാസി ഭക്തർ എല്ലാ ഭക്തരും വിശ്വാസികളും എങ്ങനെയാണ് കരുതുന്നതെന്നും എനിക്കറിയില്ല. ഓരോരുത്തരുടെയും ഈശ്വരഭക്തി ഓരോ തരത്തിലാണ്. ക്ഷേത്രത്തിൽ പോകുന്നവരും ക്ഷേത്രത്തിൽ പോകാത്തവരും അങ്ങനെ പലതരത്തിൽ അല്ലെങ്കിൽ ആരാധനകൾ ചെയ്യുന്നവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, ഈ 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റില്ല എന്നാണ് പലപ്പോഴും CPM പറയുന്നത്. പക്ഷേ ശബരിമലയുടെ കാര്യത്തിൽ ഇന്നടക്കം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ കയറ്റുമെന്ന് കൊടുക്കുമെന്നോ കയറ്റില്ലെന്ന് കൊടുക്കുമെന്നോ ഒന്നും ആർക്കും മനസ്സിലാവാത്ത തരത്തിലാണ് പറയുന്നത്. എന്താണ് ആ തരത്തിലേക്ക് ഒരു മാറ്റം? ശബരിമല സ്ത്രീകൾക്ക് വേണ്ടി ഈ നിൽക്കുന്ന ഗവൺമെന്റാണ്. എനിക്ക് സ്ത്രീകളെ എന്നെ എതിരാക്കി വന്ന് ഗവൺമെന്റിന്റെ ഇതെല്ലാം പ്രശ്നം ഉണ്ടാക്കി. പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു പെണ്ണുങ്ങളെ കാണട്ടെ. പിന്നെ എന്റെ അമ്മ ഒരു മുറ്റിയൊരു കമ്മ്യൂണിസ്റ്റ് അറിയായിരുന്നു. അയ്യപ്പന്റെ ഭയങ്കര വിശ്വാസമാണ്. ഈ തുടക്കം ഇതൊക്കെ ഞങ്ങൾ മാലയിട്ട വീട്ടിൽ ആഹാരമില്ല, വെളിയിൽ ആഹാരം കഴിക്കുന്നത് വിശ്വാസമുണ്ട്.
അത് പെണ്ണുങ്ങളെ കയറ്റിട്ടാന്ന് ഇതാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ശരി. കോൺഗ്രസ് മുതലെടുക്കും. ശരി. അത്രയേ ഉള്ളൂ. ശ്രീ വിജയനാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ വിജയൻ, സുപ്രീം കോടതി നാളെ കേസ് വരികയാണ്. സുപ്രീം കോടതി കേസ് നാളെ വരുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഈ മാർച്ചിന് മുമ്പോ കേസ് പരിഗണിക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായും സർക്കാരിന് അവിടെ ഒരു നിലപാട് വ്യക്തമാക്കേണ്ടി വരും. നിലവിലെ നിലപാട് തന്നെയാണോ, അതിൽ മാറ്റമുണ്ടോ എന്നൊക്കെ പറയേണ്ടി വരും. വീണ്ടും കേരളത്തിൽ അത് വലിയ ചർച്ചയാവും. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലാവും അത് മാറുക? നമസ്തേ സാറേ. നമസ്കാരം. അല്ല, അന്ന് സുപ്രീം കോടതിയിൽ ഉമ്മൻചാണ്ടി കൊടുത്തൊരു അഫിഡവിറ്റ് ഉണ്ടായിരുന്നില്ല, അതായിരുന്നു അതിന്റെ കറക്റ്റ്. പിന്നെ ഇവര് വന്നതിന് ശേഷം ഇവർക്കെന്ത് ഇതിപ്പോ പെട്ടെന്ന് ഗവൺമെന്റിന് ഒരു സുപ്രീം കോടതിയിൽ നിന്ന് എത്രയോ ഓർഡറുകൾ അങ്ങനെ കിടക്കുന്നു. ഒരു മതത്തിൽ തന്നെ 2 സഭകള് വർഷങ്ങളായിട്ട് കിടന്നടിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ ഇവിടെ. ശരി, ശ്രീ വിജയനാണ് സംസാരിച്ചത്. നമുക്ക് അനിൽ ഷറിന്റെ സംസ്കാര ചടങ്ങുകൾ അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ